നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കാം. ഈ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു, സോഫ്റ്റ് അല്ല എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നെ ഈ ചപ്പാത്തി മേക്കർ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയാണ് പതിവ്. നമുക്കിന്ന് അതിലെങ്ങനെയാണ് പൊട്ടിപ്പോവാത്ത നല്ല സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ. ആദ്യം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ ബൗളിലേക്ക് ഗോതമ്പ് പൊടി ഇടാം. പിന്നെ കുറച്ച് ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ, പിന്നെ വെള്ളം നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ പരത്തുന്ന ചപ്പാത്തിയുടെ പോലെയല്ല, ഇച്ചിരിയുടെ സോഫ്റ്റ് ആയിരിക്കണം. ഇത് ഇത്തിരിയുടെ വെള്ളമയം ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് കൈകൊണ്ട് വരുത്താം. ഇത് നമുക്ക് സ്പൂണിൽ വെള്ളം എടുത്തൊഴിക്കാമേ, അല്ലെങ്കിൽ കൂടിപ്പോവും. ഒരു സ്പൂൺ കൊണ്ട് ഒഴിക്കുകയാണ്. നന്നായിട്ട് കുഴയ്ക്കുക. സാധാരണ ചപ്പാത്തിക്ക് കഴിക്കുന്നതിൽ ഇച്ചിരി വെള്ളമയം വേണം. അര ഗ്ലാസ്സിൽ താഴെ പച്ചവെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഗോതമ്പ് പൊടിയുടെ വ്യത്യാസം കൊണ്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം. നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഉണ്ടാക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് പരത്തി വെക്കണം ആദ്യം. അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഗോതമ്പ് പൊടി കയ്യിൽ തൂക്കാം. കാര്യം ഇത് മറ്റ് മാവിനെ അപേക്ഷിച്ച് ഇത്തിരി വെള്ളം കൂടുതലാണല്ലോ. നന്നായിട്ട് ഉരുട്ടി ഇത് ഒട്ടും പൊട്ടലൊന്നും ഇല്ലാതെ എടുക്കണം. എന്നാലേ അത് ശരിക്കും പരന്നു വരുള്ളൂ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എല്ലാം നമുക്കിതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ചപ്പാത്തിയുടെ മാവെല്ലാം ഞാനിങ്ങനെ ഉരുട്ടി ഇങ്ങനെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി മേക്കർ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ചുവന്ന ലൈറ്റ് കത്തും. ഇത് കഴിഞ്ഞ് ഇതിനുള്ള ആവശ്യമായിട്ടുള്ള ആ ചൂടെത്തി കഴിയുമ്പോഴേക്കും ഈ ലൈറ്റ് ഓഫ് ആവും. അപ്പം നമുക്ക് ചപ്പാത്തി ആ സമയത്താണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. പിന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഈ ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. അത് അന്നേരം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കിനി ഇതിൻ്റെ ഈ റെഡ് ലൈറ്റ് ഓഫ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചപ്പാത്തി മേക്കറിൻ്റെ ഈ ചുമന്ന ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ നടുക്കൊന്ന് മാറി ഒരു ഇത്തിരി അങ്ങോട്ട് നീക്കിയിട്ട് വേണം ഈ മാവ് വെക്കാൻ.
എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അടയ്ക്കണം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുമ്പളകൾ പൊന്തുമ്പോൾ നമുക്കിത് മറിച്ചിടണം. ഒരു 15-20 സെക്കൻഡ് മതിയാവും. ഇനി മറിച്ചിടാം. അതുപോലെ തന്നെ ഈ സൈഡും ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ ഇതും മറിച്ചിടണം. ഞാനിത് മറിച്ചിടുവാണ്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് അടച്ചു വെക്കാം. കണ്ടോ, നമ്മുടെ ചപ്പാത്തി ഒറ്റ കുമ്പളയായിട്ട് വന്നു കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ. അടുത്തത് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇതിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ. പക്ഷെ ആ മാവ് കുഴയ്ക്കുന്ന ആ പാകം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഒരു ഇത്തിരിയുടെ സാധാരണ പരത്തി ചുടുന്ന ചപ്പാത്തിയുടെ ആ മാവിന് എടുക്കുന്ന വെള്ളത്തേക്കാളും ഒരിത്തിരിയുടെ വെള്ളം ചേർക്കണം. അതുപോലെ ഗോതമ്പ് പൊടിയിൽ തരിയൊന്നും പാടില്ല. അങ്ങനെ തരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ടെടുത്താൽ നന്നായിരിക്കും. നമുക്കിനി ഈ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. പരിചയമില്ലാത്തവരാണ് ഇതുണ്ട് പൊങ്ങി വരുന്നത്. പരിചയമില്ലാത്തവരാണ് ഇതുപോലെ കൈകൊണ്ട് എടുക്കരുത് കേട്ടോ. തടി സ്പൂണോ വല്ലതും എടുക്കണേ. ഇനി ഇത് ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ഇത് പതുക്കെ ഒന്ന് താത്ത് കൊടുക്കാം. ചപ്പാത്തി പുറത്തോട്ട് ചാടി വന്നത് കണ്ടോ, ഒറ്റ കുമ്പളയായിട്ട് പുറത്തോട്ട് ചാടി വന്നതാണ്. ഇത് കണ്ടോ, ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. വളരെ സോഫ്റ്റാണ്. നമുക്കിത് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. കണ്ടോ, ഇത് ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അതിന് ശേഷം പിന്നെ പലതവണ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ ഈസി ആയിരിക്കും ഇത്. മാവ് കുഴയ്ക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പരത്തി ചുടുന്ന ചപ്പാത്തിയുടെ അത്രയ്ക്ക് അങ്ങോട്ട് മുറുകിയിരിക്കരുത് മാവ്. ഇച്ചിരിയുടെ സോഫ്റ്റ്, ഒരു ഇച്ചിരിയുടെ വെള്ളം ആവശ്യമുണ്ട് ഈ ഒരു ചപ്പാത്തിക്ക്. ഈ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുന്ന ഈ ചപ്പാത്തിയുടെ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഈ ചപ്പാത്തി മേക്കർ വാങ്ങിച്ചിട്ട് അത് വീട്ടിലെ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുകയാണ്, വീടിൻ്റെ മൂലയിൽ വെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് കാണിച്ചത്. കണ്ടോ, എല്ലാവരും ഈ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ചപ്പാത്തിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.